പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ പ്രതികരണ വേദിയിൽ നാം പ്രതികരിക്കുന്നത് കേരള മാധ്യമ രംഗത്ത് ഫാസിസം നടത്തുന്ന ചില കടന്നുകയറ്റങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ഫാസിസം എന്ന് പറയുന്നത് എപ്പോഴും മാധ്യമങ്ങളുടെ അകമ്പടിയോടെയാണ് രംഗപ്രവേശം ചെയ്യാറുള്ളത്. ഹിറ്റ്ലറുടെ കാലത്ത് ജോസഫ് ഗീബൽസിന്റെ നേതൃത്വത്തില് മാധ്യമങ്ങൾ വഴിയൊരുക്കിയപ്പോഴാണ് ഫാസിസം അതിൻ്റെ സർവരൗദ്രതയോടും കൂടി സമൂഹത്തിൽ അഴിഞ്ഞാടിയത്. സമാനമായ ചില ഫാസിസ്റ്റ് ശൈലികൾ കേരളത്തിലെ നിഷ്പക്ഷമെന്ന് കരുതുന്ന ചില മാധ്യമങ്ങളെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ അടുത്ത കാലത്തെ ചുവടുമാറ്റങ്ങളാണ്. കത്തോലിക്ക സഭയില് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ തുടർച്ചയായി 10 ദിവസം ന്യൂസ് അവറിൽ ചർച്ച നയിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ ചില പ്രമുഖ മാധ്യമ പ്രവർത്തകർ നടത്തിയ സഭാവേട്ടയ്ക്ക് പിന്നില് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ ഫാസിസത്തിന് വഴിയൊരുക്കാൻ ഏഷ്യാനെറ്റ് ചൂട്ടുപിടിക്കുന്നതാണ് എന്ന് സംശയിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റിലുണ്ടായ മാറ്റമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങളെ മുഴുവനും കൈവശം വയ്ക്കുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ നേതാവായ അല്ലെങ്കിൽ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ NDAയുടെ വൈസ് ചെയർമാനാണ് എന്ന സത്യം ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ട് നിഷ്പക്ഷമെന്ന് കരുതിയ ഏഷ്യാനെറ്റിന് ഇപ്രകാരം വർഗീയതയുടെ നിറം കലരുന്നു എന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല. ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെതായി അതിന്റെ CEO പുറത്തിറക്കിയ ഒരു സർക്കുലർ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. അതായത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നയങ്ങളോട് ഒത്തുപോകുന്നവരെ മാത്രമേ മാധ്യമ പ്രവർത്തകരായി ന്യൂസ് എഡിറ്റർമാരായി നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് ആ സർക്കുലറിൽ എഴുതിയിരിക്കുന്നതായി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്തെ അറിയപ്പെടുന്ന മോദി ഭക്തനായ മാധ്യമ പ്രവർത്തകൻ ടൈംസ് നൗവിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തമായി തുടങ്ങുന്ന ചാനലില് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥർ നിക്ഷേപിക്കുന്ന ദശകോടികളുടെ കണക്ക് അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഫാസിസത്തിന് വഴിയൊരുക്കാൻ നിഷ്പക്ഷമെന്ന് കരുതപ്പെടുന്ന ഒരു മാധ്യമം ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് സഭയ്ക്കെതിരായി നടത്തിയ നീക്കങ്ങളെയും ഞങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുണ്ട്. കുറ്റവാളികളെ മതം തിരിച്ച് വിചാരണ ചെയ്യുന്നത് ഫാസിസത്തിന്റെ അടിസ്ഥാന ശൈലിയാണ്. കൊട്ടിയൂർ സംഭവത്തിൽ ഉൾപ്പെട്ട വൈദികന്റെ പേരില് കേരള സഭയെ ഒന്നാകെ ആക്ഷേപിക്കാനും സഭയുടെ വൈദികരെ ഒന്നാകെ താറടിക്കാനും ഏഷ്യാനെറ്റ് ന്യൂസ് അവർ കൈകാര്യം ചെയ്യുന്ന മാധ്യമ വിദഗ്ധർ നടത്തിയ ശ്രമം അങ്ങേയറ്റം ദുരുദ്ദേശ്യപരമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഓർക്കുക, കുറ്റവാളികൾ അവരുടെ മതമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, അവരുടെ കുറ്റകൃത്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കുറ്റവാളികളെ മതം തിരിച്ച് വിചാരണ ചെയ്യുന്നത് ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ചർച്ചയ്ക്കിടയിൽ ഉന്നയിക്കപ്പെട്ട ചില ആരോപണങ്ങൾ തീർച്ചയായും അവരുടെ നയം മാറ്റത്തിന്റെ ലക്ഷണമായി മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി പറഞ്ഞാൽ
ഏഷ്യാനെറ്റിന് ഏത് ചാനലിലും എന്നതുപോലെ സ്വന്തമായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പ്രഖ്യാപിതമായ അജണ്ടയോടുകൂടിയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. കുത്തക മുതലാളിമാരായ ഇത്തരം മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണം എന്നും ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് വ്യക്തമായി അംഗീകരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തണം. ഉദാഹരണം പറഞ്ഞാൽ കൈരളി TV-യുടെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എല്ലാവർക്കും അറിയാം. ജനൻ TV-യുടേതറിയാം, ജയ്ഹിന്ദ് ചാനലിൻ്റെതറിയാം. കാരണം അവർ വസ്തുതാപരമായി കാര്യങ്ങൾ അവരുടെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ നേരോടെ, നിർഭയം, നിരന്തരം എന്നൊക്കെ നിഷ്പക്ഷതയുടെ പേരിൽ വാർത്താവതരണം നടത്തുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അടിസ്ഥാനപരമായ ചില പ്രതിസന്ധികൾ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ചില മതങ്ങളെ കോർണർ ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ നടത്തുന്ന അനാഥാലയങ്ങള് വൈദികരുടെ ജാരസന്തതിയെ ഒളിപ്പിക്കാനുള്ള ഇടങ്ങളല്ലേ എന്ന് ഒരു മുഖ്യധാരാ മാധ്യമം വിളിച്ചു ചോദിക്കുമ്പോൾ അതിൻ്റെ ന്യൂസ് എഡിറ്ററായ ബഹുമാനപ്പെട്ട വിനു ജോൺ അപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് വസ്തുതാപരമാണോ അതോ ഫാസിസ്റ്റ് ചിന്തയാണോ എന്ന് ഈ ഏഷ്യാനെറ്റ് ന്യൂസിനെ സ്നേഹിക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു കുറ്റകൃത്യത്തെയും കുറ്റവാളിയുടെ പ്രവർത്തനത്തെയും വിലയിരുത്താൻ വേണ്ടി നടത്തിയ ചർച്ചയ്ക്കിടയിൽ ക്രിസ്തീയ സഭയുടെ വിശ്വാസങ്ങളെ, കുംഭസാരം എന്ന കൂദാശയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ഏഷ്യാനെറ്റ് മുതിർന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ തന്നെ ക്രിസ്തീയ സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തീയ പൗരോഹിത്യത്തെ തന്നെ, അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യാൻ നടത്തിയ ശ്രമത്തിൻ്റെ കാരണം എന്താണ്? തെരുവിൽ കേട്ടാൽ അറപ്പ് തോന്നുന്ന പദങ്ങള് ക്രിസ്തീയ പൗരോഹിത്യത്തെ വിശേഷിപ്പിക്കാൻ ഇതിൻ്റെ നേതാക്കന്മാര്, മാധ്യമ വിചാരകർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യം സത്യസന്ധമായി പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘപരിവാറിന്റെ തീവ്രവാദികൾ പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന, അവരാരും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിനു വി ജോൺ കേരളത്തിലെ പുരോഹിതരെ അപമാനിക്കാൻ ശ്രമിച്ചത് എന്ന് പറയാതെ നിവൃത്തിയിൽ. ഇതിൻ്റെ പിന്നിൽ ഫാസിസമാണോ, വർഗീയതയാണോ, അതോ മറ്റെന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടായിരുന്നു. ചൈൽഡ് ലൈൻ, അതുപോലെ തന്നെ കുട്ടികളുടെ സുസ്ഥിതിക്ക് വേണ്ടിയുള്ള കമ്മിറ്റികൾ, CWC, ഇതിലൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ കയറിക്കൂടിയിരിക്കുന്നത് എന്ന്. ക്രിസ്ത്യാനികൾ ഈ നാട്ടിലെ പൗരന്മാരല്ലേ എന്ന മട്ടിൽ ചോദിക്കുന്നത് വർഗീയത ആളിക്കത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ. ഓർക്കുക, ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലൂടെ ഇതിനു മുമ്പ് TN ഗോപകുമാറിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ എത്രയോ മാധ്യമപ്രവർത്തകര് കുറിക്കുകൊള്ളുന്ന രീതിയിൽ സഭാ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരം വിമർശനങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും വേണ്ട തിരുത്തലുകൾ നടത്താനും ഇവിടുത്തെ സഭാ നേതൃത്വം സന്നദ്ധമായിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത് അപ്രകാരം ഒരു വിമർശനമായി, സർഗാത്മക വിമർശനമായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ വർഗീയതയുടെ വിഷം വമിപ്പിക്കാനുള്ള വ്യക്തമായ അജണ്ടയുണ്ട്. ആ അജണ്ട സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി ഞങ്ങൾ വിചാരിക്കും.
അതേസമയം നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനമായിരുന്നെങ്കിൽ സമാനമായ എത്രയോ വിഷയങ്ങളുണ്ടായി. ആൾ ദൈവങ്ങളെന്ന് ആരോപിക്കപ്പെടുന്നവരെ കുറിച്ച് പോലും ഇവിടെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ മുട്ടുകൂട്ടിയിടിച്ച ഏഷ്യാനെറ്റ് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെയും ആക്ഷേപിക്കണമെന്നോ താറടിക്കണമെന്നോ അല്ല ഞങ്ങൾ ആവശ്യപ്പെടുക. പക്ഷേ ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വാർത്താപഗ്രഥനം നടത്തുമ്പോൾ അറിയാതെ സമൂഹത്തില് വർഗീയ ധ്രുവീകരണത്തിന് വേദിയൊരുക്കുമ്പോൾ അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായൊരു പ്രവൃത്തിയാണ് എന്ന കാര്യം ഏഷ്യാനെറ്റിനെ ഏറ്റവും ആദരവോടെ അറിയിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.